നമസ്കാരം. ഒരു പ്രൊഫഷണൽ കോഴ്സിൻ്റെ സർട്ടിഫിക്കറ്റുമായിട്ട് ഗൾഫിലേക്ക് ജോലിക്ക് വരാൻ ആഗ്രഹിച്ച് നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ ഈ വീഡിയോ നിങ്ങളൊന്ന് കണ്ടിരിക്കുന്നതല്ല. എനിക്കറിയുന്ന 3 വ്യക്തികൾ. ഇവരിൽ ആദ്യത്തെ ഒരു വ്യക്തിയുടെ ഫാദർ ഗൾഫിൽ തന്നെ ജോലിയുള്ള മനുഷ്യനാണ്. അദ്ദേഹം നല്ല കമ്പനി നല്ല ജോലി നിൽക്കുന്നതാണ്. അയാൾ തൻ്റെ മകനെ ഗൾഫിലേക്ക് കൊണ്ടുവരികയാണ്. രണ്ടാമത്തെ വ്യക്തിയുടെ എന്തോ ആരുടെയൊക്കെയോ ബന്ധുക്കളുണ്ട്. മൂന്നാമത്തെ വ്യക്തിയുടെ ഇതേപോലെ തന്നെ കുറച്ച് ബന്ധുക്കളൊക്കെ ഉണ്ട്. അങ്ങനെ ആരുടെയൊക്കെയോ വിസയൊക്കെ എടുത്തിട്ട് നമ്മൾ ഈ പറയുന്ന സോൺ വിസ ഒക്കെ എടുത്ത് ഗൾഫിലേക്ക് കൊണ്ടുവന്നതാണ്. ഇവരെല്ലാവരും പ്രൊഫഷണൽ കോഴ്സ് പാസ്സായ ആൾക്കാരാണ്. ഈ പറയത്തക്ക എക്സ്പീരിയൻസ് ഒന്നുമില്ല. ഈ ആദ്യം പറഞ്ഞ പയ്യൻ വന്ന് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും അവൻ്റെ അപ്പൻ്റെ കമ്പനിയിൽ തന്നെ അയാളുടെ റെക്കമെൻഡേഷനിൽ ജോലിക്ക് കയറി. ബാക്കി രണ്ട് വ്യക്തികളും ഇങ്ങനെ ബന്ധുക്കളുടെ കൂടെയും മറ്റു കൂട്ടുകാരുടെ കൂടെ ഇങ്ങനെ നിൽക്കുകയാണ് കുറേ നാളുകളായി. ഒരു 8-9 മാസം കഴിഞ്ഞപ്പം ഈ ഒരു പയ്യൻ അങ്ങ് നാട്ടിൽ തിരിച്ചു പോയി. കാരണം കുറച്ച് നാൾ കഴിയുമ്പം ഇവനെ ഈ കുത്തുവാക്കുകളൊക്കെ കേട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം പ്രത്യേകിച്ച് രാവിലെ ജോലിയൊന്നുമില്ല, ജോലി ജോലിയൊന്നും കിട്ടുന്നില്ല, റൂമിൽ ഇരുന്നൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. കുറച്ച് കഴിയുമ്പം കൂട്ടുകാരുടെയും ബന്ധുക്കളുടെയൊക്കെ ചില കുത്തുവാക്കുകളൊക്കെ കിട്ടും. ഇവരുടെ കയ്യിൽ ആകെയുള്ളൊരു സംഭവം നല്ലൊരു പ്രൊഫഷണൽ കോഴ്സിന് മാത്രമേ ഉള്ളൂ. എന്നാൽ മൂന്നാമത്തെ പയ്യൻ കുറച്ച് നാൾ കഴിഞ്ഞപ്പം ഒരു ജോലിക്കും കയറി. ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു പ്രൊഫഷണൽ കോഴ്സ് കഴിഞ്ഞിട്ട് അതിൻ്റെ ബലത്തിലേക്ക് ഗൾഫിലേക്ക് ജോലി കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ജോലി കിട്ടാൻ വളരെ സാധ്യത കുറവാണ്. പലപ്പോഴും സാധ്യത കുറവാണ്. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ അതുപോലെ ഹൈലി ടാലൻറ്റഡ് ആയിരിക്കണം, അല്ലെങ്കിൽ ഏത് ജോലിയും ചെയ്യാൻ തയ്യാറായിട്ട് വരുന്ന ആൾക്കാരായിരിക്കണം. പക്ഷേങ്കിൽ ഞാൻ ഈ പറഞ്ഞു വരുന്ന കാര്യം വെച്ചാൽ നിങ്ങൾ മിനിമം നിങ്ങളൊരു കോഴ്സ് കഴിഞ്ഞ് നിങ്ങൾ ഈ സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ മിനിമം MS ഓഫീസ് എങ്കിലും പഠിച്ചു വെച്ചിരിക്കണം. ഇന്ന് ഇത്രയും ടെക്നോളജിയൊക്കെ വളർന്നു പറഞ്ഞാലും ഒരുപാട് എല്ലാ ഗൾഫ് രാജ്യങ്ങളിലെ ഓഫീസുകളിലും MS ഓഫീസ് ഒരു ഒഴിച്ചുവിടാൻ പറ്റാത്തൊരു അത്യാവശ്യമായൊരു ഘടകമാണ്. വേഡ്, എക്സൽ, പവർ പോയിൻറ്റ് മിനിമം അത്രയെങ്കിലും അറിഞ്ഞിരിക്കണം. ഈ മൂന്നാമത്തെ പയ്യൻ അവൻ ഒരു BTech ഹോൾഡറാണ്. എങ്കിലും അവനൊരു ജോലി കിട്ടിയിരിക്കുന്നത് ഒരു ഓഫീസിലേക്കുള്ള ഒരു ചെറിയ അഡ്മിൻ പോസ്റ്റിലേക്ക് ആദ്യം കിട്ടി. തൽക്കാലം അവൻ കയറിപ്പറ്റി. ഒന്നുമില്ലാതിരിക്കുന്നതിനേക്കാൾ നല്ലതാണല്ലോ എന്തെങ്കിലും കിട്ടുന്നത് ചെയ്തിട്ട് ചെറിയൊരു ശമ്പളത്തിൽ ജോലിക്ക് കയറിയേ. ഈ MS ഓഫീസൊന്നും പ്രത്യേകിച്ച് ഓഫീസുകളിൽ അല്ലെങ്കിൽ ഒരു കമ്പനിയിലോ അല്ലെങ്കിൽ വലിയൊരു സ്ഥാപനത്തിലോ പോയി പഠിക്കേണ്ട ആവശ്യമില്ല. ഇഷ്ടം പോലെ ട്യൂട്ടോറിയൽ വീഡിയോകൾ ഇന്ന് യൂട്യൂബിൽ അവൈലബിൾ ആണ്. ഞാൻ പഠിച്ചത് അങ്ങനെയാണ്. നിങ്ങൾ ഈ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ പ്രൊഫഷണൽ കോഴ്സൊക്കെ പഠിച്ചോ, കൂട്ടത്തിൽ ഇത്തരം സാധനങ്ങളൊക്കെ ഒന്ന് ഉപയോഗിക്കാൻ പഠിക്കണം. കാരണം ഗൾഫിൽ എന്ത് ജോലി കിട്ടുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അതുവരെയെങ്കിലും അറ്റ്ലീസ്റ്റ് ഒന്ന് പിടിച്ചിരിക്കാൻ ഇത് വളരെ സിമ്പിളായിട്ട് തന്നെ പഠിക്കാൻ പറ്റുന്നതാണ്. അപ്പം ചാടി കയറി വരുമ്പോഴേ നമ്മൾ വിചാരിക്കുമോ ഞാൻ ഇന്ന പ്രൊഫഷണൽ കോഴ്സ് കഴിഞ്ഞ ആളാണ്, എനിക്ക് ചെന്ന ഉടനെ ജോലി തരും. ഇതൊന്നും കരുതരുത്. നമുക്ക് റെക്കമെൻഡ് ചെയ്യാൻ ആൾക്കാരുണ്ടെങ്കിൽ ചിലപ്പോൾ ജോലിയൊക്കെ കിട്ടുമായിരിക്കും. പക്ഷേ റെക്കമെൻഡ് ചെയ്യാൻ ആളില്ല എന്നുണ്ടെങ്കിൽ ജോലി കിട്ടാൻ ഭയങ്കര പാടാണ്. മിനിമം ഈ സംഭവമെങ്കിൽ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കണം. നിങ്ങൾ പഠിച്ചിട്ടേ വരാവൂ. എൻ്റെ ഒരു അനുഭവത്തിൽ നിന്നും ഞാൻ എൻ്റെ ജീവിതത്തിലെ അനുഭവത്തിൽ നിന്നും കണ്ട ഒരു സംഭവമാണ്. അവർക്കൊക്കെ പെട്ടെന്ന് തന്നെ ജോലികൾ കിട്ടും. കാരണം പെട്ടെന്നൊരു ജോലി തന്നാൽ പോലും നമുക്ക് ഒരു സംഭവം പറയാൻ കയ്യിലൊരു അറിവ് ഉള്ളത് നല്ലത് തന്നെ. താങ്ക് യു.